എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീദേവി മേനോൻ. ഒരിക്കല് ഒരു തേള് നല്ല ഒഴുക്കുള്ള ഒരു പുഴയില്, നല്ല ഒഴുക്കാട്ടോ, ആ പുഴയിൽ ഇങ്ങനെ അപ്പുറത്തേക്ക് നീന്തി കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കുമ്പോ ഭയങ്കര ഒഴുക്കല്ല, ഒഴുക്കിനെ വെട്ടിച്ച് അപ്പുറത്തേക്ക് കടക്കാൻ അതിന് പറ്റണില്ല. അപ്പൊ വേഗം അങ്ങനെ വിഷമിച്ച് നോക്കുമ്പോ, ചുറ്റും നോക്കുമ്പോ ഒരു തവള കരക്കിയിരിക്കുന്നു. അപ്പൊ തവളോട് തേള് ചോദിക്കും, ഒന്ന് എന്നെ അപ്പുറത്തേക്ക് ആക്കി തരുമോ ചോദിക്കും. അപ്പോ തവള പറയും, അയ്യോ നിന്നെ ഞാൻ ഒരിക്കലും അപ്പുറത്തേക്ക് കടത്തില്ല, എന്താ വെച്ചാൽ നിന്നെ തൊടുമില്ല, നീ എന്നെ എപ്പ കുത്തിന്ന് ചോദിച്ചാൽ മതി. എന്ന് വെച്ചാൽ തേള് കുത്തിയാ ഭയങ്കര പോയിസൺ അല്ലേ, അപ്പൊ തവള ചത്തുപോകും. അപ്പൊ തേള് പറയും, അയ്യോ നിന്നെ ഞാൻ എന്തിനു കുത്തണു, നിന്നെ കുത്തി കഴിഞ്ഞാ നീ ചത്തു കഴിഞ്ഞാൽ നിന്റെ പുറത്തിരിക്കണ ഞാനും മുങ്ങിച്ചാവില്ലേ, എന്താ അങ്ങനെ പറയുന്നത്, ഒരിക്കലും ഞാൻ അത് ചെയ്യില്ല എന്ന് പറഞ്ഞ് തവളയെ വിശ്വസിപ്പിക്കും. അപ്പൊ തവള വിചാരിക്കും, പാവം ശരിയല്ലേ, ഞാൻ ചത്ത അതും ചാവില്ല, അപ്പൊ എങ്ങനെ അത് എന്നെ കുത്ത എന്ന് വിചാരിച്ചിട്ട് തവള വേഗം തേളിനെ പുറത്ത് കയറ്റിയിരുത്തി അപ്പുറത്തേക്ക് ഇങ്ങനെ നീന്തി പോകുമ്പോ പുഴയുടെ നടുക്കെത്തി ഇപ്പൊ തേളുണ്ടല്ലോ നല്ല അസലൊരു കുത്താ വെച്ചു കൊടുത്തു തവളയ്ക്ക് പ്രാണവേദന എടുത്തു. അപ്പൊ തവള ചോദിക്കും, നീ എന്താ ഇങ്ങനെ ചെയ്ത്, നീയല്ലേ പറഞ്ഞ ഞാൻ നിന്നെ കുത്തില്ല എന്ന് പറഞ്ഞിട്ടും നീ എന്തേ ഇങ്ങനെ ചെയ്തേ ചോദിക്കും. അപ്പൊ തേള് വളരെ കൂളായിട്ട് പറയും, അയ്യോ നീ എന്തിനാ അങ്ങനെ അത് വിശ്വസിക്കാൻ പോയി, ഞാൻ എന്റെ സ്വഭാവം കാട്ടാതിരിക്കില്ലല്ലോ, ഞാൻ എന്റെ സ്വഭാവമാണ് കാണിച്ചേ, കുത്താന്നുള്ളത് എന്റെ സ്വഭാവമാണ്, അത് ഞാൻ ചെയ്തു, പിന്നെ നീ ചാവോ ഞാൻ ചാവോ അതൊന്നും ഞാൻ ആലോചിക്കാറില്ല എന്ന് പറയും. അങ്ങനെ തേളും ചാവും തവളയും ചാവും, ആ പുഴയിൽ മുങ്ങി ചാവും. അപ്പൊ ഇതുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിലും, ഈ തേളുകളും ഉണ്ട് ഈ തവളകളും ഉണ്ട്. അപ്പൊ ഈ തേളുകളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവര് പലതും പറഞ്ഞ് നമ്മുടെ അടുത്ത് വരും, നിങ്ങളെ ഞാൻ സഹായിക്കാം, നിങ്ങളെ ഞാൻ സ്നേഹിക്കണു, നിങ്ങളെ എന്താ പറയാ, ഇനിയുള്ള പ്രോമിസസ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് തോന്നും ശരി പാവങ്ങളാണ് എന്ന് വിചാരിച്ച് നമ്മൾ അവരെ സ്നേഹിച്ച് നല്ലത് മാത്രം പറഞ്ഞു കൊടുത്ത് കൊണ്ടു നടന്നാലും അവരുടെ സമയമെത്തുമ്പോൾ അവര് നമ്മളെ കുത്തിയിരിക്കും. കുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദ്രവിക്കാതിരിക്കില്ല. ഉപദ്രവം മീൻസ് വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒരാളെ വിഷമിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും വേദനിപ്പിക്കാനും അതൊക്കെ അവര് ചെയ്തിരിക്കും. എന്നുവെച്ചാൽ തേളിന്റെ സ്വഭാവമാണ് അത് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഈ പണ്ടത്തെ ആൾക്കാര് പറയും, ജാത്യാലുള്ളത് തൂത്താ പോവില്ല. അതായത് ജന്മനാ ഉള്ള ചിലരുടെ സ്വഭാവം അത് മാറുകയില്ല, അവരത് മാറ്റാൻ തയ്യാറുമല്ല. നമ്മൾ എത്ര ഉപദേശിച്ചോളൂ, എത്ര സ്നേഹിച്ചോളൂ, എത്ര വേണമെങ്കിലും ഒപ്പം കൊണ്ടു നടന്നോളൂ, പക്ഷെ അവരവരുടെ സ്വഭാവം കാട്ടാതിരിക്കില്ല. എന്ത് തന്നെ പറഞ്ഞാലും അവരത് കാണിക്കാണ്ട് പോവില്ല. അപ്പോൾ നമ്മളെ മാനസികമായി തളർത്തുന്ന ഇടങ്ങളിൽ നിന്ന് സ്വയം മാറി നിൽക്കുക എന്നത് സ്വാർത്ഥത എന്നല്ല കേട്ടോ, അത് നമ്മുടെ അതിജീവനാണ്. അപ്പൊ നമ്മൾ മാറി നിൽക്കുമ്പോ പലരും പറയും, എന്തിനാ അവരിങ്ങനെ മാറി നിന്നേ, അവർക്ക് ആ ആൾക്ക് ഒരു തെറ്റ് പറ്റിയെന്നല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ അത് അവരുടെ മാനസികാവസ്ഥ കൊണ്ട് പറയണതും ചെയ്യണതായിരിക്കും എന്ന്. പക്ഷെ എത്ര സഹിക്കും ഓരോരുത്തരും അല്ലെ, അവർക്കും ഉണ്ടാവില്ലേ മനസ്സിനൊരു സമാധാനം വേണം, സന്തോഷം വേണം. എന്നെന്നും ഇതേ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തവളയുടെ പോലത്തെ ആള് മാറി നിൽക്കുക തന്നെ ചെയ്യും. അത് സ്വാർത്ഥതയൊന്നുമല്ല, അത് സെൽഫിഷ് ആയതുകൊണ്ട് ഒട്ടുമല്ല. അവർക്കും ജീവിക്കണ്ടേ. ഈ ജന്മം നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ എന്നും നമ്മൾ ഈ വക കാര്യങ്ങൾ മാത്രം ആലോചിച്ച് വിഷമിച്ച് എന്നാ എല്ലാം വളരെ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ രസമുണ്ട്. ഇതില്ല, തേളിന്റെ പോലെ നമ്മൾ ഇട്ടിങ്ങനെ ഇത് ചെയ്യുമ്പോ ആ ആള് തീർച്ചയായിട്ടും മാറി നിൽക്കുക തന്നെ ചെയ്യും അല്ലെ. അപ്പൊ എല്ലാവരോടും എന്താ പറയാ, നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.